വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കോളേജ് കാണിച്ചു തരാം. ഞാനിവിടെ ബികോമിനാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഗായ്സ്, നിങ്ങൾ കാണുന്നുണ്ട് ഗായ്സ്, നമ്മളെ ബ്യൂട്ടിഫുൾ കോളേജ്. ആ കോളേജ് പരാതിയിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു ഫീലാണ് നമ്മുടെ തട്ടത്തിൽ മറി ആ മൂവി കാണുന്ന അതേ ഫീൽ. ഭയങ്കര പ്രകൃതി മനോഹരമായ മരങ്ങളും ചെടികളും ഭയങ്കര അടിപൊളി നാച്ചുറൽ ലുക്കാണ് മൈ കോളേജ്. നിങ്ങൾക്ക് ഈ കോളേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഗൈസ് എനിക്ക് കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. എന്റെ പെണ്ണുമ്പിള്ളെ, നിനക്കെന്ത് കണ്ണ് കാണുന്നില്ലേ? ഈ കാടൊക്കെ കണ്ടിട്ട് പ്രകൃതി മനോഹരമില്ലേ? പട്ടിക്കാടാണ്, കാടും പിടിച്ചൊരു പട്ടിക്കാട് കോളേജ്. നിനക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് എന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മുഖത്ത് നോക്കി പെണ്ണുമ്പിള്ളെ നിൽക്കാൻ? നീ ആരുടെ കിളവാണ്? നിന്റെ മറ്റോണി, നീ എന്നെ കയറി കിളവാണെന്ന് വിളിക്കാൻ നിൽക്കണ്ട കിളവി. നീ ആരെന്ന് തിരിച്ചാലും നിന്റെ പിടിച്ചൊരു ഫോണും നിന്റെ ബ്ലോഗറാണെന്ന് വിളിച്ചാല്, എന്നിട്ടെങ്കിൽ പട്ടിക്കാടിനെ പിടിച്ചിട്ട് വളരെ പ്രകൃതി മനോഹരമായ ബ്യൂട്ടിഫുൾ കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ റിയൽ ആയിട്ട് പറയണം. ഇതൊന്നും പ്രകൃതി മനോഹരമായ കോളേജാണ്. ഫുൾ പട്ടിക്കാട്, പാമ്പും കടിച്ച നല്ല രസമുണ്ടാവും. ഞാൻ വ്ളോഗറാണ്. തനിക്ക് എന്തെങ്കിലും വ്ളോഗ് എന്റെ ചെയ്യുന്നല്ലോ ഞാൻ വ്ളോഗൊക്കെ എടുക്കുന്നത്. പിന്നെ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ സെലിബ്രേറ്റ് ആണ്, എന്നിട്ടാണ് നീ എല്ലാവരും ഭരിക്കാൻ വരുന്നത്. Oh my God, 2K subscribers? നിങ്ങൾ സെലിബ്രേറ്റ് ആണ്? സോറി, നിങ്ങൾ സെലിബ്രേറ്റ് ആണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അല്ലെങ്കിൽ എന്റെ ചാനൽ എന്റെ പോലെ കാണാറുള്ള നിങ്ങളാരും വരെ സെലിബ്രേറ്റ് ആണല്ലേ? അമ്മ തീരെ ടൈമില്ല, ഞാനില്ലേ കോളേജിലേക്ക് പോവാണേ. അച്ഛനോട് പറയും ഞാൻ വൈകുന്നേരം വരാമേ. ആടാ ദേവുട്ടാ, സൂക്ഷിച്ച് പോണേ. നീ ആര് കൂടെ പോകുന്നത്? ഒറ്റക്കാണ് മോള് പോകുന്നേ? ഒറ്റക്കാ പോണത്? വെള്ളിച്ചൻ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ വെള്ളിച്ചനൊരു അർജന്റ് ആയിട്ടുള്ള മീറ്റിംഗ്, അപ്പൊ ഞാൻ ഒറ്റക്ക് പോവാം. അങ്ങനെ മോള് ഒറ്റക്ക് പോകണ്ട. യുദ്രാൻ ഈ കോളേജിലെ പ്രൊഫസർ അല്ലേ? ഫസ്റ്റ് ടൈമാണ് മോള് പോകുന്നത്. അപ്പൊ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. യുദ്രാനെ ആക്കിയിട്ടുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല അമ്മ, ഞാൻ ഒറ്റക്ക് പോയിക്കൊണ്ട് അകത്തെന്തിനും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ട് മോള് പറഞ്ഞത് കേട്ടാൽ മതി. രുദ്രനെ ആ കോളേജിലെ പ്രൊഫസറല്ലേ, അവൻ അങ്ങോട്ടല്ലേ പോണത്. അതിനൊരു ബുദ്ധിമുട്ടില്ല. മോൾ ഇവിടെ വീട്ടിലാക്കിയ ഞാൻ രുദ്രനോട് പറയാം. രുദ്ര മോനെ, നീ ഇല്ലേ ദേവുട്ടിനെ ഒന്ന് കോളേജിലാക്കും. നീ അങ്ങോട്ടല്ലടാ പോകുന്നത്, ഒന്നാക്കി കൊടുക്കണം. ഫസ്റ്റ് ടൈമാണ് ആള് പോകുന്നത്, അപ്പൊ ആൾക്ക് അറിയില്ല. ഒരിക്കലും ആക്കി കൊടുക്കൂല. നമുക്ക് നല്ലോണം അറിയാം, ഞാൻ ഗേൾസിലൊന്നും എന്റെ ബൈക്കുമ്പോ തീരെ കേട്ടില്ല. ഞാൻ ആക്കി കൊടുക്കൂല എന്ന് പറഞ്ഞ ആക്കി കൊടുക്കൂല. പ്രത്യേകിച്ച് അവളെ എന്ന് വെച്ചാല് ഞാൻ നിൽക്കും നിന്റെ റൂമിൽ കയറി അവളെ വന്നു മുതലേ എനിക്ക് തീരെ കൊടുക്കൂല. അവ എത്ര അവരുടെ കാലിലും ഞാൻ ആക്കി കൊടുക്കൂല. എന്താ മോനെ നീ അങ്ങനെയൊക്കെ പറയണത്? പാവം കൊച്ചാണ്. ദേവുട്ടനെ ഫസ്റ്റ് ടൈം അല്ലേ, നീ അവിടേക്കല്ലേ പോണത്. അപ്പൊ നിനക്കെന്താ ആക്കി കൊടുത്താലേ? ഒരു തവണ ഞാൻ വാക്ക് കൊടുത്തതാണ്. നിന്നെ ഞാൻ ഇത്ര കാലം നോക്കിയില്ല. അപ്പൊ നിനക്ക് അമ്മ പറഞ്ഞൊരു വാക്കും കേൾക്കാൻ നിനക്ക് പറ്റൂല. നീ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നീ അമ്മ എന്നെ വിളിച്ച് എന്റെ അടുത്തേക്ക് വരരുത്. അത്രേ ഉള്ളൂ. ആക്കി കൊടുക്കണം പോരെ?
മേലാൽ ഇന്ന് ആർക്കെങ്കിലും വാക്ക് കൊടുത്തെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ആക്കി കൊടുക്കില്ല. ലാസ്റ്റ് ടൈമാണ്. നല്ലോണം അറിയാം ഞാൻ ഗേൾസ് തീരെ ഞാൻ ബൈക്കിൽ കയറ്റില്ല. ദൈവമേ, നിന്നൊക്കെ വേദനിക്കണം. രുദ്രത്തിനെ കാണുമ്പോഴേ നിന്നൊക്കെ ഇടിക്കില്ല. നമുക്ക് കണ്ടെത്തുന്നു ചിരിക്കാത്ത ഒരാൾക്കൂടെ ഞാൻ എങ്ങനെ കോളേജ് വരെ പോവാം. എനിക്ക് തിരിച്ചിരിക്കണ സിംഹത്തിന്റെ കാര്യം. എന്ത് നോക്കി നിൽക്കാളി, വേഗം കയറാൻ നോക്ക്. കോളേജിലെത്തണ്ടേ, മാനത്ത് നോക്കി നിന്നിട്ട് കാര്യമില്ല. കൃത്യം ടൈമിന് കോളേജിലെത്തണം. ఇంకేం కావాలే చాలే ఇది చాలే నీకై నువ్వే వచ్చి వాలాలే ఇకపై తిరనాళ్ళే. താങ്ക് യു. എന്ത് സാധാരണ നോക്ക്, ഒരു താങ്ക് യു പറഞ്ഞിട്ട് മൈൻഡ് പോലും ചെയ്യാതെ പോണില്ലേ. ഇതിനൊക്കെ ആരാണാവോ പ്രൊഫസർ ആക്കിയത്? എന്ത് വെറുതെ കാര്യമില്ലാതെ ഒരു താങ്ക് യു പറഞ്ഞതാണ്. പറയേണ്ട ആവശ്യമില്ലായിരുന്നു. പൊട്ടത്തരം കാണിച്ച് ഇയാളെ കെട്ടണ ആളെ സമ്മതിക്കണം. എങ്ങനെയാണ് ഇയാളെ ലൈഫ് ലോങ് സൈക്കിള്? ക്ലാസ്സും അറിയില്ലല്ലോ, ഇനി അതും കണ്ടുപിടിക്കണ്ടേ? എന്നോട് ഞാൻ പല തവണ പറഞ്ഞത് എനിക്ക് പേര് വെച്ചാൽ മതി. പണി എനിക്ക് നല്ലോണം അറിയുന്ന ദേഷ്യമൊക്കെ പണി വിളിക്കുന്നത്. എന്നെ കണ്ട തനിക്ക് പ്രായം തോന്നിയിരിക്കുന്നത് വളരെ കളവിനെ വിളിക്കുന്നത് എനിക്ക് തീരെ പറ്റാത്ത കാര്യമാണ്. നിന്നെ ഞാൻ ശരിയാക്കി തരണം. ആ മുട്ടിന്ന് വീട് പെണ്ണെ, നിനക്കെന്താ ഭ്രാന്ത്? മുടി നോക്കി, ആ മുടി